Hello students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് സോർട്ടിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. We know there are many types of sorting techniques, sorting algorithms. Some of them are bubble sort, selection sort, insertion sort, merge sort, quick sort, heap sort, etc. Okay. സോ ഇതിൻ്റെ അകത്ത് വെറൈറ്റി ഓഫ് അൽഗോറിതംസ് ആണുള്ളത്. നമ്മൾ ബബിൾ സോർട്ടിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തില്ല. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് അൽഗോരിതം. അത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുകൊണ്ട് അത് പഠിക്കാതിരിക്കരുത്. ആ അൽഗോരിതം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതിൻ്റെ ഒരു അത് പഠിക്കുകയും ചെയ്യുക. അൽഗോരിതം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കുക. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അൽഗോരിതം ഒരു അസൈൻമെൻറ്റ് എഴുതണം. റൈറ്റ് ആൻ അൽഗോരിതം ഓഫ് ബബിൾ സോർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് യൂസിങ് എ സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ. അതിൻ്റെ ഫുൾ സ്റ്റെപ്സും കവർ ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അൽഗോരിതവും ക്ലിയർ ആയിട്ട് എഴുതുക. ആൻഡ് കംപ്ലീറ്റഡ് ഞാൻ സബ്മിഷൻ ഡേറ്റ് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓക്കെ. ബാക്കി നമ്മൾ സെലക്ഷൻ സോർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസേർഷൻ സോർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെർജ് സോർട്ട്. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ എൻ എഫിഷ്യൻറ്റ് ടൈപ്പ് ഓഫ് അൽഗോരിതം, കമ്പാരിസൺ ബേസ്ഡ് അൽഗോരിതം. ഓക്കെ. സോ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡാണ്. ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. ഓക്കെ. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഡിവൈഡ് ആൻഡ് കോൺകർ. ഓക്കെ. എന്താണ്? ഡിവൈഡ് ചെയ്ത് വെട്ടിപ്പിടിക്കുക അല്ലേ? അതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ മുറിച്ച് വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇത് എവിടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്? പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ഭരിച്ചിരുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരെയും ഒരുമിക്കാൻ അനുവദിക്കത്തില്ല. അവർ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്ത് ജനങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഭരിക്കുക. അതാണ് അവർ പണ്ട് ചെയ്തിരുന്നത്. ഹിന്ദു മുസ്ലിങ്ങൾ പണ്ട് തമ്മിൽ ലഹള ഉണ്ടാക്കിച്ച് അവരെ പല രീതിയിൽ നിർത്തിയിട്ട് അങ്ങനെ അവർ ഭരിക്കുക. അപ്പോൾ ഒരു ഒത്തൊരുമ ഇവർ തമ്മിലുണ്ടാവില്ല. അങ്ങനെയായിരുന്നു ഭരിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഓക്കെ. ഞാൻ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ആ വാക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. സോ നമ്മൾ എന്താണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറയിൽ നമ്പർ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ അറയാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ടെക്നിക്സിലും അൽഗോരിതംസിലും സെലക്ഷനിലായാലും അല്ലെങ്കിൽ ഇൻസേർഷനിലാണെങ്കിലും അത് തന്നെയാണ് കണ്ടത്. രണ്ടും വേറെ വേറെ മെത്തേഡാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇവിടുത്തെ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്, അപ്പോൾ അറയിൽ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സിനെ നമ്മൾ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ദെൻ എന്ത് ചെയ്യും? അതേ അൽഗോരിതത്തിനെ ഈ രണ്ട് ഹാഫിനെയും റിക്കർസീവായിട്ട് കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പം ഒരു സെറ്റ് ഓഫ് എലമെൻസിൻ്റെ അറയുണ്ട്. അതിനെ നമ്മുടെ അൽഗോരിതത്തിൽ കൊടുക്കുമ്പോൾ ആ അൽഗോരിതം രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ ഹാഫിനെയും ഈ അൽഗോരിതം പിന്നെയും അപ്ലൈ ചെയ്യും. അപ്പം റിക്കർസീവായിട്ട് അത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അവസാനം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു മേർജ് ഫംഗ്ഷൻ ഉണ്ട്. ആ മേർജ് ഫംഗ്ഷൻ ഈ രണ്ട് സോർട്ടഡ് ആയിട്ടുള്ള ഹാഫിനെ മേർജ് ചെയ്യും. അതാണ് മെർജ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ അൽഗോരിതത്തിൻ്റെ ബേസിക് ആയിട്ട് നടക്കുന്നത്. എന്താണ്? നമുക്കൊരു അൽഗോരിതത്തിലേക്ക് ഒരു സെറ്റ് ഓഫ് അറേ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അറേ എലമെൻസിനെ കൊടുത്തു കഴിഞ്ഞാൽ, അതിന് സോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, അത് രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോ ഹാഫും സോർട്ടഡ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? പിന്നെ അതിനെ മെർജ് ചെയ്യും. അപ്പോൾ ആ രണ്ട് ഹാഫിനെയും സോർട്ട് ചെയ്യും, എന്നിട്ട് മെർജ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ഹാഫിനെയും പിന്നെയും ഈ അൽഗോരിതത്തിലേക്ക് കൊടുക്കും. അപ്പം പിന്നെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് പിന്നെയും ഈ അൽഗോരിതത്തിലേക്ക് കൊടുക്കും, പിന്നെയും ഡിവൈഡ് ചെയ്യും, പിന്നെയും അൽഗോരിതത്തിലേക്ക് കൊടുക്കും, പിന്നെയും ഡിവൈഡ് ചെയ്യും. എപ്പോൾ വരെ കൊടുക്കും? ഇതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്രയും പ്രാവശ്യം നമ്മുടെ ഈ അൽഗോരിതത്തിലേക്ക് കൊടുക്കും. അതായത് ഒരു എലമെൻറ്റ് മാത്രമാവുന്നത് വരെ ഈ അൽഗോരിതത്തിലേക്ക് കൊടുക്കും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് അപ്പോൾ ലാസ്റ്റ് അൽഗോരിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താവും? ഇത് ഫോർ എക്സാമ്പിൾ 2 എലമെൻറ്റ് മാത്രമാവും. എന്നിട്ട് അത് 1 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിനെ പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ 2 എലമെൻറ്റ് മാത്രമായി ഒരു അറേയിൽ ഒരു എലമെൻറ്റും മറ്റേ അറേയിൽ ഒരു എലമെൻറ്റും മാത്രമായി. ഇനി അതിനെ മേർജ് ചെയ്യും, സോർട്ട് ചെയ്ത് മേർജ് ചെയ്യും. അങ്ങനെ റിക്കർസീവായിട്ട് തിരിച്ച് അൺവൈൻഡ് ചെയ്ത് എല്ലാ ഇതിനെയും മെർജ് ചെയ്ത് ബാക്കിലേക്ക് പോയി കംപ്ലീറ്റ് സെറ്റും മെർജ് ആവും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഫങ്ഷൻസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് ഈ മെർജ് സോർട്ടിൻ്റെ മെയിൻ ഫംഗ്ഷനും അതുപോലെ തന്നെ മേർജ് എന്ന് പറഞ്ഞ് വേറൊരു ഫംഗ്ഷനും നമ്മൾ യൂസ് ചെയ്യുന്നു. മേർജ് സോർട്ട് എന്ന് പറയുന്നത് റിക്കർസീവായിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെർജ് എന്ന് പറയുന്നത് അതിനെ പിന്നെ 2 സോർട്ടഡ് അറേ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, സോ മെർജ് ഫംഗ്ഷൻ നോക്കിക്കേ. മെർജ് ഫംഗ്ഷൻ്റെ ഇതിൻ്റെ അകത്തൊരു പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ടുണ്ട്. മെർജ് അറേ LMH എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് അറേ ARR എന്ന് പറയുന്ന അറേ. അപ്പോൾ അതിൻ്റെ അകത്ത് അറേ എലമെൻസിനെ മൊത്തം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 3 പിന്നെ പാരാമീറ്റേഴ്സ് വരുന്നത്. ഒന്ന് ലോവർ ബൗണ്ട്, ഒന്ന് മിഡിൽ ആൻഡ് H ഈസ് ദ ഹയർ ബൗണ്ട്. അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ഫോർ എക്സാമ്പിൾ. ഇപ്പോൾ 8 എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ലോവർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. പിന്നെ അതിൻ്റെ ഹയർ ഇൻഡെക്സ് എത്രയാണ് വരിക? 8 എലമെൻറ്റ്സ് ആണെങ്കിൽ 7 ആണ് അതിൻ്റെ ഹയർ ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ 0 H 7 ആണ്. M എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോവർ പ്ലസ് മിഡ് ഹയർ പ്ലസ് ഡിവൈഡ് ബൈ 2. ലോവർ പ്ലസ് ഹയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ലോവർ ബൗണ്ട് 0, ഹയർ ബൗണ്ട് 7 ഡിവൈഡ് ബൈ 2. അപ്പോൾ 0 പ്ലസ് 7/2. അപ്പോൾ 3.5 വരും അല്ലേ. അപ്പോൾ ഇൻറ്റീജർ ഡിവിഷൻ ആയതുകൊണ്ട് 3 എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പോൾ മിഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാരാമീറ്റർ എങ്ങനെ വരും? മെർജ് അറേ 0, 3, 7 അങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് പാരാമീറ്റേഴ്സ് പോകുന്നത്. ഇതെന്താ അസ്യൂം ചെയ്യുന്നത്? ഈ മേർജ് അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത് എങ്കിൽ, ആ അറേയുടെ പാരാമീറ്റേഴ്സ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ദിസ് അൽഗരിതം വിൽ അസ്യൂം ദാറ്റ് അറേ L to M ആൻഡ് അറേ M+1 to H ആർ സോർട്ടഡ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അറേ 0 to 4 അല്ല 0 to 3 അല്ലേ. മിഡ് എന്ന് പറഞ്ഞാൽ 3 ആണ് നമ്മൾ പറഞ്ഞത്. അറേ 0 to 3, അറേ 0, അറേ 1, അറേ 2, അറേ 3 ഇത്രയും എലമെൻറ്റ്സ് സോർട്ടഡ് ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യും. അതുപോലെ അറേ M+1, ഓക്കെ, അറേ M+1, അറേ M+1 ഇവിടെ നമ്മൾ പറഞ്ഞ M+1 ഈ കേസാണ് നമ്മൾ പറഞ്ഞത്. അറേ 0 to 4 എന്ന് പറഞ്ഞ ഈ കേസിലാണ്, 0 to 3 എന്ന് പറഞ്ഞ ആദ്യത്തെ കേസിലാണ്. രണ്ടാമത്തെ കേസിൽ എന്താണ് പറയുന്നത്? M+1 അതായത് 3+1 അറേ 4. ഓക്കെ, M+1 എന്ന് പറയുമ്പോൾ M 3 ആണ്, 3+1 4. അറേ 4 to 7, അറേ 4, അറേ 5, അറേ 6, അറേ 7. ഓക്കെ, അപ്പോൾ അത്രയും എലമെൻറ്റ്സ് സോർട്ടഡ് ആണെന്നുള്ളതും നമുക്കറിയാം. ടോട്ടൽ എലമെൻറ്റ്സ് അറേ 0, അറേ 1, അറേ 2, അറേ 3, അറേ 4, അറേ 5, അറേ 6, അറേ 7 ഇത്രയല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് പകുതി എലമെൻറ്റ്സ് അറേ 0 to 3 എന്ന് പറയുന്നത്, അറേ 0, 3 എന്ന് പറയുന്നത് സോർട്ടഡ് ആണ്. അതുപോലെ അറേ 4 തൊട്ട് അറേ 7 എന്ന് പറയുന്നതും സോർട്ടഡ് ആണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ എന്നിട്ട് ഈ 2 സോർട്ടഡ് അറേസിനെ ഒന്ന് മെർജ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ശരി, അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ടേക്ക് ദിസ് എക്സാമ്പിൾ. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പം ഇൻഡെക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 എന്ന് തുടങ്ങി 1, 2, 3, 4, 5, 6. അപ്പം 0, 1 up to 6 വരെ ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സിനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അറേ കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനകത്ത് ആ ഗ്രീൻ കളറിൽ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5. അത് അതിൻ്റെ ഓർഡർ ഓഫ് പ്രോസസ്സിങ് ആണ്. ഏതാണ് ഓർഡർ? നിങ്ങൾ നോക്കുമ്പോൾ കുറേ അറേയും കുറേ എലമെൻറ്റ്സും കാണുമല്ലോ. അപ്പോൾ ഏത് ഓർഡറിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ആ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ദ ഓർഡർ ഇൻ വിച്ച് ദ സ്റ്റെപ്സ് ആർ പ്രോസസ്ഡ്. അപ്പോൾ 7 എലമെൻറ്റ്സ് ആണുള്ളത്. 0 തൊട്ട് 6 വരെയുള്ള ഇൻഡെക്സ് ഉള്ള 7 എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അത് റിക്കർസീവായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ മേർജ് സോർട്ടിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് 2 പീസാക്കി. 2 പീസാക്കുമ്പോൾ എന്താ ചെയ്യുക? 0 + 6/2 അല്ലേ. 0 + 6/2
അങ്ങനെയല്ലേ? അപ്പം 3 എന്ന് പറയും അല്ലേ? 0 + 6/2 എന്ന് പറയുമ്പോൾ മിഡ് കണ്ടുപിടിക്കാൻ അങ്ങനെ ചെയ്യാം. ലോവർ ഇൻഡെക്സ് പ്ലസ് ഹയർ ഇൻഡെക്സ് ഡിവൈഡ് ബൈ 2. ഇപ്പോൾ 0 + 6/2 എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ 3 വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് 3 എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ 0, 1, 2, 3 അത്രയും എലമെൻസിനെ നമ്മൾ ഫസ്റ്റ് സെറ്റിലേക്ക് എടുക്കും, ഫസ്റ്റ് അറയിലേക്ക് എടുക്കും, ഡിവൈഡ് ചെയ്ത ഫസ്റ്റ് ഹാഫിലേക്ക് എടുക്കും. സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് 4 തൊട്ട് 3 വരെയാണല്ലോ മിഡ് പോയിന്റ് പറഞ്ഞത്, 4 തൊട്ട് ബാക്കി 4, 5, 6 എന്ന് പറയുന്നത് അടുത്ത അറയിലേക്ക് നമുക്ക് കിട്ടി. അപ്പം ആദ്യത്തെ സെറ്റിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്, രണ്ടാമത്തെ സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. 2 ഹാഫ് ആയല്ലോ. ഓക്കെ, ഇനി റിക്കർസീവായിട്ട് ഇത് തന്നെ പിന്നെ ഈ അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 4 ആയിരിക്കും ആദ്യം പാസ് ചെയ്യപ്പെടുക. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് പിന്നെയും 2 ആക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? 0 തൊട്ട് 0, 1, 2, 3 അങ്ങനെ 0 തൊട്ട് 3 വരെയുള്ള ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മിഡ് കണ്ടുപിടിക്കുമ്പോൾ 0 + 3/2. അപ്പോൾ 0 + 3/2 എന്ന് പറയുമ്പം 1 ആയി അല്ലേ? 1.5 ആണ് ഇൻറ്റിജർ ഡിവിഷൻ ആയതുകൊണ്ട് 1 ആയി. അപ്പോൾ 0യും 1ഉം അപ്പോൾ അങ്ങനെ 2 എലമെൻറ്റ്സ് ഇതായി. അപ്പോൾ 2 എലമെൻറ്റ്സ് ആയി. അതിന് ശേഷം മറ്റേ സൈഡിൽ 2ഉം 3യും. ഓക്കെ, 2ഉം 3യും കണ്ടോ, 2 എലമെൻറ്റ്സ് ആയി. 38ഉം 27ഉം ആയി, 43യും 3യും ആയി. ഓക്കെ, അഗെയിൻ ഇനി പിന്നെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഏതാ കൊടുക്കുക? ഈ സാധനത്തിനെ 38നെയും 27നെയും നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ 0 + 1/2. ഓക്കെ, 0 + 1/2 എന്ന് പറയുമ്പം 0 ആയി അല്ലേ? 0.5 വരിക, അതിൻ്റെ ഇൻറ്റിജർ ഡിവിഷൻ ആയതുകൊണ്ട് 0 ആവും. അപ്പോൾ 0 എന്നുള്ളതാണ് അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 38 ആണ് ഫസ്റ്റ് അറേ എന്ന് പറയുന്നത്. അതുപോലെ 27 എന്ന് പറയുന്നതാണ് അടുത്ത അറേ എന്ന് പറയുന്നത്. 38 and 27. ഓക്കെ, നൗ 43 and 3 ആണ്. അപ്പോൾ 38ഉം 27ഉം ആണ്. അപ്പം നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഒരു എലമെൻറ്റ് മാത്രമായി ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് മെർജ് ചെയ്യും. ഓക്കെ, തിരിച്ച് മെർജ് ചെയ്യും. അപ്പം മെർജ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായി? ഈ 27ഉം 38ഉം ഓരോ എലമെൻ്റാണ്. അപ്പോൾ അതിനെ മെർജ് ചെയ്ത് 27 ആദ്യവും 38 രണ്ടാമതുമാക്കി ഇതിനെ അങ്ങ് മെർജ് ചെയ്യും. ഓക്കെ, അപ്പം ഇനി മെർജിങ് പോസിബിൾ അല്ല, മറ്റേ സൈഡിൽ നമുക്ക് കിട്ടിയില്ല. അപ്പം ഇത് പ്രോസസ്സായി. ഓക്കെ, 27, 38 സോർട്ടഡായി, അത് അവിടെ നിൽക്കുക. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോയിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 43യും 3യും ഇവിടെ കിടക്കുകയാണ്. അതിനെ ഇനി ഡിവൈഡ് ചെയ്യണം. അപ്പം അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2ഉം 3യുമാണ്. അതിൻ്റെ ഇൻഡെക്സ് 2ഉം 3യുമാണ്. അപ്പോൾ അത് വെച്ച് 2 + 3/2 5/2. അപ്പോൾ 2. അപ്പം ഇൻഡെക്സാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 ആണ് മിഡ് പോയിൻ്റ് എന്നുള്ളത്. അപ്പോൾ 2 ഇവിടെ 43 ആയി, പിന്നെ 3യും ഓരോ എലമെൻ്റായി. ഇനി നമുക്ക് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെർജ് ചെയ്തു, സോർട്ട് ചെയ്ത് മെർജ് ചെയ്യുമ്പോൾ 3യും 43യും ആയി. കണ്ടോ, 2 എലമെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 43യും 3യുമായി ഇവിടെ. അതിനെ പിന്നെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ മെർജ് ചെയ്തു 3യും 43യുമായി. ഓക്കെ, ഇപ്പോൾ എന്തായി? നമുക്ക് 2 സെറ്റ് ഇതാണ്ട് ഇവിടെ കണ്ടോ, 27, 38, 3യും 43യും. ഇതിനെ നമുക്ക് മെർജ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 3, 27, 38, 43 കണ്ടോ, മെർജ് ചെയ്ത് അതിനെ സോർട്ടഡ് ആക്കി. 11th സ്റ്റെപ്പിൽ അത് മെർജ് ചെയ്തിട്ടുണ്ട്. 3, 27, 38, 43. ഓക്കെ, ഇനി ഇവിടെ വന്ന് നോക്ക്. ഇനിയിപ്പോൾ എവിടെയാണ് നമ്മൾ ഈ പോർഷനിൽ ഈ 9, 8 to 10 അവിടുന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 4, 5, 6 ആണ് അല്ലേ? 4, 5, 6 ആണ് അതിൻ്റെ ഇൻഡെക്സ്. അപ്പോൾ അതിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. 4 + 6/2. അപ്പോൾ 10/2 5. അപ്പം 5 ആണ് മിഡ് പോയിന്റ്. അപ്പോൾ 4ഉം 5ഉം ഒരു സൈഡിലും, 4ഉം 5ഉം ഞാൻ ഇൻഡെക്സിനെ കുറിച്ചാണ് പറയുന്നത്. 4ഉം 5ഉം ഒരു സൈഡിലും, അതായത് 9ഉം 82ഉം ഒരു സൈഡിലും, 10 മറു സൈഡിലും വന്നു. ഓക്കെ, അപ്പം ഇനി 9ഉം 82. അപ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ സെറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്, 9ഉം 82. ഓക്കെ, അതിനെ ഞാൻ പിന്നെയും ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് 4ഉം 5ഉം ആണ്. 4 + 5/2 9/2. 4 ആണ് അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 4 ഒരിടത്തും
5 വേറൊരിടത്തുമായി. ഇൻഡെക്സാണ്. ഓക്കെ, അപ്പം 9 ഒരിടത്തും 82 ഒരിടത്തും. അപ്പോൾ രണ്ടെണ്ണം എനിക്ക് കിട്ടി. ഇനി ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഐ മെർജ് 9 and 82. ഓക്കെ, മെർജ് ചെയ്തു, സോർട്ട് ചെയ്ത് മെർജ് ചെയ്തു. ഓക്കെ, സോ അഗെയിൻ ഇനി എന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇനിയിപ്പോൾ ഉള്ളത് 10 ആണ്. അപ്പോൾ അതിന് ഇനി ഫർദറായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 10 ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇവിടെ വന്നു. അപ്പോൾ അതിനെ രണ്ടിനെയും നമ്മൾ മെർജ് ചെയ്ത് 9ഉം 82ഉം 10ഉം മെർജ് ചെയ്ത് ഞാൻ സോർട്ട് ചെയ്ത് മെർജ് ചെയ്തു. 9, 10 and 82. Okay, 9, 10 and 82. So now I am having another set of arrays. രണ്ട് സൈഡിലും രണ്ട് അറേ ഉണ്ട്. ഫസ്റ്റ് അറേ എന്ന് പറയുന്നത് 3, 27, 38 and 43. ആൻഡ് സെക്കൻഡ് അറേ എന്ന് പറയുന്നത് എന്താണ്? 9, 10 and 82. ഇത് രണ്ടിനെയും മെർജ് ചെയ്യുക, സോർട്ട് ചെയ്ത് മെർജ് ചെയ്യുക. സോ 3, 9, 10, 27, 38, 43 and 82. So now the complete set is sorted. So what we understand is, in the algorithm, the array is recursively divided into 2 halves till the size becomes 1. സൈസ് 1 ആകുന്നത് വരെ ഇതിനെ റിക്കർസീവായിട്ട്, അറേ റിക്കർസീവായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, സൈസ് 1 ആവുന്നത് വരെ. അത് 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെർജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. മെർജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പം വരെയാ? കംപ്ലീറ്റ് അറേയും മെർജ് ആവുന്നത് വരെ നമ്മൾ മെർജിങ് പ്രോസസ്സ് നടത്തും. ഇതാണ് ഇതിൻ്റെ മെർജിങ് സോർട്ടിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുക. 9, 7, 8, 3 and 2. ഓക്കെ, 9, 7, 8, 3, 2 and 1. ഓക്കെ, സോ അതിന് അപ്പം ഇൻഡെക്സ് എവിടെ നിന്ന് എവിടം വരെയാ? 0, 1, 2, 3, 4 and 5. ഓക്കെ, അപ്പം അവസാനത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. എന്താ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? 0 + 5/2. അപ്പോൾ എത്ര വരിക? ശരിക്കും പറഞ്ഞാൽ 2.5 ആണ്. പക്ഷേ ഇൻഡിവിജ്വൽ ഡിവിഷൻ ആയതുകൊണ്ട് 2 കിട്ടി. ഓക്കെ, 2. അപ്പോൾ ആ 2 ആണ് എൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് 0, 1 and 2. അപ്പം എൻ്റെ ഫസ്റ്റ് സെറ്റ് എൻ്റെ കയ്യിലുണ്ട്, 0, 1 and 2 ഇൻഡെക്സിലുള്ളത്. ആൻഡ് ദ സെക്കൻഡ് സെറ്റ് ഈസ് ദിസ് വൺ, 3, 2 and 1. സോ അത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 3 to 5, 3, 4 and 5. ഓക്കെ, സോ അങ്ങനെ രണ്ട് സെറ്റ് കിട്ടി. ഇനി ഫസ്റ്റ് സെറ്റിനെ ഞാൻ റിക്കർസീവായിട്ട് ഡിവൈഡ് ചെയ്യുക. 9, 7, 8 അതിനെ റിക്കർസീവ് ഡിവിഷൻ ചെയ്തു. ഞാൻ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻഡെക്സസ് സ്റ്റാർട്ടിങ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 9, 7 കിട്ടി, അതുപോലെ 8ഉം കിട്ടി. 8നെ ഇനി ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 9, 7നെ ഞാൻ ഫർദറായിട്ട് പിന്നെയും അൽഗോരിതം അപ്ലൈ ചെയ്യുന്നു. അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ 9ഉം 7ഉം ആയി. 9ഉം 7ഉം ആയപ്പോഴത്തേക്ക് ഇനി ഫർദറായിട്ട് എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം 9ഉം 7ഉം ആയി. അപ്പുറത്തെ സൈഡിൽ 8 ഉണ്ട്. അപ്പം ഇനി ഈ 9നെയും 7നെയും ഞാൻ സോർട്ട് ചെയ്ത് അങ്ങ് മെർജ് ചെയ്തു. 7 and 9. ഓക്കെ, 7 and 9. ഇനി എന്താ ഉള്ളത്? എനിക്ക് 8 എന്ന് പറയുന്ന ഒരെണ്ണം ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ 7ഉം 9ഉം ഉണ്ട്. ഇതിനെ രണ്ടിനെ അങ്ങ് മെർജ് ചെയ്ത് ഞാൻ 7, 8 and 9 ആയി. ഓക്കെ, 7, 8 and 9 ആയി. ഓക്കെ, ദിസ് ഈസ് ദ ഓർഡർ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ ഒരു സൈഡിൽ എനിക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് ഫർദറായിട്ട് പോകാനില്ല. ഇനി ഞാൻ 3, 2, 1 അവിടെ ഡിവൈഡ് ചെയ്യാതെ അവിടെ ഇരിക്കുക. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യുക. 3ഉം 2 ആയി. ഇനി അതുപോലെ ഇവിടെ 1 ആയി. ഓക്കെ, ഓരോന്നിലേക്കും നമ്മൾ അറയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കപ്പെടുന്ന സംഭവങ്ങൾ അതിൻ്റെ പാരാമീറ്ററിലുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ 3ഉം 2ഉം ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഫർദറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3ഉം 2 ആയി. ഓക്കെ, 3ഉം 2ഉം ആയി. നൗ ഇതിനെ ഫർദറായിട്ട് ഇനി ഒന്നിനെയും ഡിവൈഡ് ചെയ്യാനില്ല. ഓക്കെ, സോ 3 and 2 നൗ ഡിവൈഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് അതിനെ മെർജ് ചെയ്തു. 2 and 3 സോർട്ടഡ് ഓർഡറിലാക്കി. ഇനി ഇവിടെ എന്താണ്? 1 ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. സോ അതിനെയും കൂടി മെർജ് ചെയ്ത് 1, 2 and 3 ആക്കി. ഓക്കെ, 1, 2 and 3. സോ നൗ ഐ ആം ഹാവിങ് 2 സെറ്റ് ഓഫ് അറേസ്, സോർട്ടഡ് അറേസ്, 7, 8 and 9, അതുപോലെ 1, 2 and 3. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഇനി മെർജ് ചെയ്യുക, സോർട്ടഡ് ഓർഡറിൽ മെർജ് ചെയ്യുക. 1, 2, 3, 7, 8, 9.
ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. വിൽ സി ഹൗ ദ അൽഗോരിതം ഗോസ്. ഓക്കെ, മെർജ് സോർട്ട്. സോ അതിൽ അറേയുണ്ട്, ഇനി ലോവർ ബൗണ്ട് ആൻഡ് ഹയർ ബൗണ്ട് ഉണ്ടെന്ന് വരും. ലോവർ ബൗണ്ട് ആൻഡ് ഹയർ ബൗണ്ട്. ഓക്കെ, എപ്പോഴാണ് നമ്മളിതെപ്പോഴാണ് ചെയ്യുന്നത്? ലോവർ ബൗണ്ട് ഈസ് ലെസ് ദാൻ എച്ച്, ഹയർ ബൗണ്ട് ലോവർ ബൗണ്ട്. അതായത് സാധാരണ കേസിൽ ആദ്യത്തെ കേസിൽ എന്താ പറയുക? 0 and 7, 8 എലമെൻറ്റ്സ് ആണെങ്കിൽ 0 and 7. അപ്പോൾ 0 ഈസ് ലെസ് ദാൻ 7 ഓഫ് കോഴ്സ്. സോ അതുകൊണ്ട് എന്തായാലും അകത്തേക്ക് പോകും. ഇത് എപ്പോഴെങ്കിലും ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുക, അല്ലെങ്കിൽ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുക. ഡിവൈഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും 0 ആയി പോകത്തില്ലേ? അപ്പോൾ ആ ഒരു കേസ് വരുമ്പോൾ ഇവിടെ വെച്ച് പുറത്ത് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം L ഈസ് ലെസ് ദാൻ എച്ച് അങ്ങനെയാണ് എങ്കിൽ കമ്പ്യൂട്ട് ദ മിഡ് പോയിൻറ്റ്. ഇപ്പോൾ ഇനീഷ്യൽ കേസിൽ നമ്മൾ എന്ത് വേണം? മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഒരു എക്സാമ്പിൾ ഇതെടുത്ത് വെച്ച് അടുത്ത ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചപ്പം അത് എനിക്ക് എവിടെയുണ്ട്? എമ്മിലുണ്ട് മിഡ് പോയിൻ്റ്. അപ്പം ഞാൻ റിക്കർസീവ് കോളിംഗ് മെർജ് സോർട്ട് ഞാൻ ചെയ്യുകയാണ്. മെർജ് സോർട്ട്. ഓക്കെ, മെർജ് സോർട്ട് സെയിം അറേ തന്നെ കോൾ ചെയ്യാൻ, സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാൻ. റിക്കർസീവ് എന്ന് പറയുന്നത് അതാണല്ലോ, സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. എന്താണ്? മെർജ് സോർട്ട് അറേ L and M. മറക്കരുത്, M ആണ് അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. L എന്താണ്? ലോവർ ബൗണ്ട്. അപ്പോൾ ആദ്യം 0, 7 ആണെങ്കിൽ 0 തന്നെയാണ് ലോവർ ബൗണ്ടിൽ വരുന്നത്. M എന്താണ്? ഞാനിപ്പോൾ കണ്ടുപിടിച്ച മിഡ് പോയിൻ്റ് നമ്മൾ പകുതിയാക്കി. അപ്പം ആദ്യം ഫസ്റ്റ് ഹാഫിനെ ഞാൻ എടുത്തിട്ട് മെർജ് സോർട്ട് അപ്ലൈ ചെയ്യുകയാണ്. പിന്നെയും ഓക്കെ, ആദ്യത്തെ ഹാഫിനെ ഞാൻ എടുത്തിട്ട് മെർജ് സോർട്ട് അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം എന്താണ്? ഞാൻ സെക്കൻഡ് ഹാഫിന് മെർജ് സോർട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അത് റിക്കർസീവായിട്ട് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ 0 ആൻഡ് മിഡ് പോയിന്റ് ഞാൻ ഫോർ എക്സാമ്പിൾ 3 ആണ് കണ്ടുപിടിച്ചെങ്കിൽ ആദ്യം 0, 3 വരും. അപ്പോൾ അടുത്ത കോളിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ മിഡ് പോയിന്റ് 0 and 3ൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. പിന്നെയും അതിനെ മെർജ് സോർട്ട് അപ്ലൈ ചെയ്യും. അപ്പം 0ഉം 1ഉം ആയിരിക്കും അവിടെ പിന്നെ പാസ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നൗ ദ സെക്കൻഡ് ഹാഫ് ആണ് പിന്നീട് നമ്മൾ മെർജ് സോർട്ട് അപ്ലൈ ചെയ്യുന്നത്. മെർജ് സോർട്ട് അപ്ലൈ ചെയ്യുമ്പം അറേ M+1 and H. നമ്മൾ നേരത്തെ M ആണ് കൊടുത്തത്, ഹയർ ബൗണ്ട്. ഇവിടെ ലോവർ ബൗണ്ട് M+1 കൊടുത്തു. ഓക്കെ, 3 ആണ് മിഡെങ്കിൽ 4 തൊട്ട് 7 വരെ അങ്ങനെ വരണമല്ലോ. അപ്പോൾ അതിനാണ് മെർജ് സോർട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ അഗെയിൻ റിക്കർസീവ് കോളിംഗ്, അതേ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുകയാണ്. സോ ആ പർട്ടിക്കുലർ ഹാഫും പിന്നെ ഡിവൈഡ് ചെയ്ത് 1 ആവുന്നത് വരെ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സോ വൺസ് ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മെർജിങ് കോൾ ചെയ്യാം. ഓക്കെ, മെർജിങ് കോൾ ചെയ്ത് L, M and H. അപ്പോൾ എന്തായി? L, 0, M എത്രയാണോ നമുക്ക് ഓരോ പ്രാവശ്യം അത് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ കോളിലും ഡിഫറെൻ്റ് ആയിരിക്കും മെർജ് ചെയ്യേണ്ടത്. ആദ്യം ഡിവൈഡ് ചെയ്ത് ഒരു എലമെൻ്റ് വെച്ചാകുമ്പോൾ എന്താവും? മിഡ് എത്രയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കും. അതിൻ്റെ റിക്കർസീവ് അൺവൈൻഡ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും അത് മാറും. അപ്പോൾ ഓരോ പ്രാവശ്യവും മെർജ് ചെയ്യുന്ന വേറെ ഇൻഡെക്സിലുള്ള എലമെൻസിനെയൊക്കെ ആയിരിക്കും. അറേ എലമെൻറ്റ്സ് കൂടി വരും. ആദ്യം വൺ എലമെൻ്റ് ആയിരിക്കും മെർജ് ചെയ്യുന്നത്, 1 എലമെൻറ്റിനെ ആയിരിക്കും ആദ്യം മെർജ് ചെയ്യുന്നത്, പിന്നെ അത് 2 എലമെൻറ്റിനെ ആയിരിക്കും മെർജ് ചെയ്യുന്നത്. സോ ഇറ്റ് ഗോസ് ഓൺ. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്, അൽഗോരിതത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ വിൽ ചെക്ക് വിത്ത് എൻ എക്സാമ്പിൾ. സോ ഇത് തന്നെ നമുക്കൊന്നൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു 8 എലമെൻസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. 8 എലമെൻറ്റ്സ്. സോ ഞാൻ ഇൻഡെക്സിനെ വെച്ച് മാത്രം പറയാം. ഓക്കെ, ഇൻഡെക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 0 and 7 അല്ലേ? ഇൻഡെക്സിൻ്റെ സ്റ്റാർട്ടിങ് 0 and 7 ഈസ് ദ ലാസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ലോവറും ഹയർ ബൗണ്ടും. L is 0 and H is 7. So of course L is less than H അല്ലേ? L ലെസ് ദാൻ H ആണ്. സോ എന്ത് ചെയ്യണം? ഞാൻ അതിന് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? M is equal to 0 plus 7/2. എത്രയാ? 0 plus 7/2 is equal to 3. Okay, is equal to 3.
second. ഓക്കെ, നമുക്ക് 3 കിട്ടി, ഇൻറ്റിജർ ഡിവിഷൻ ആയതുകൊണ്ട്. ഓക്കെ, അതാണ് ഞാൻ 3 ഞാൻ ജസ്റ്റ് ആ ഡിവിഷൻ ഇവിടെ ഇനി കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഡിവിഷൻ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് മാത്രം എഴുതി പോവുകയാണ്. ഓക്കെ, സോ എം ഇസ് 3. ഓക്കെ, ഇതിൻ്റെ എം ഇസ് ഈക്വൽ ടു 3. ഓക്കെ, എം ഇസ് ഈക്വൽ ടു 3. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതിൻ്റെ ഇൻഡെക്സ് ഇനി 2 പാർട്ടാക്കി നമുക്ക് 0 to 3. ഓക്കെ, ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലോ 4 തൊട്ട് 7 വരെ അല്ലേ, m+1 to 7 ആണ്, m+1 to h ആണ്. അപ്പോൾ അതാണ് 4 തൊട്ട് 7 വരെ. അപ്പം ഇനി ഓരോ പാർട്ടിൻ്റെ ഇനി ഈ പാർട്ടാണ് നമ്മൾ പിന്നെ എടുക്കുന്നത്. എം ഇസ് ഈക്വൽ ടു എത്ര വരും? എം ഇസ് ഈക്വൽ ടു 0 + 3/2. അപ്പം 1 അല്ലേ, 0 + 3/2 1 ആയി. സോ അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 to 1 വരെയും പിന്നെ 2 to 3 വരെയും. ഓക്കെ, 2 to 3 വരെയും 2 ഇൻഡെക്സസ് കിട്ടി. ഇനി അഗെയിൻ ഞാൻ ഈ പാർട്ട് ഇതിനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സോ എം ഇസ് ഈക്വൽ ടു 0 + 1/2. 0, എം 0 ആവും. സോ അപ്പം എനിക്ക് ഇവിടെ 2 സെറ്റ് നമുക്ക് കിട്ടി, ഇവിടെ എനിക്ക് 2 സെറ്റ് കിട്ടി. ഇനി എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റ് മാത്രമായിരിക്കും 0 and 1. ഓക്കെ, 0 and 1 മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഓരോ എലമെൻറ്റായി. ഇനി എനിക്ക് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാനില്ല. ഇനി അതുപോലെ അപ്പോൾ അവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇനി എന്താണ്, എനിക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, 2നെയും 3നെയും ഞാൻ ഡിവൈഡ് ചെയ്യണം. സോ എം ഇസ് ഈക്വൽ ടു എത്ര വരും? 2 + 3/2 5/2 is 2. ഓക്കെ, സോ 2 and 3 അങ്ങനെ 2 സെറ്റ് അവിടെയും കിട്ടി. ഓക്കെ, സോ ഓരോ എലമെൻ്റാണ് അവിടെ വരുന്നത്. 0 1 ആദ്യത്തെ കേസിൽ വന്നു, 2 and 3 is നെക്സ്റ്റ് കേസ്. ഓക്കെ, സോ ഇത് ഓരോ പ്രാവശ്യവും ഇന്നർ ഇതിലേക്ക് ആദ്യത്തെ കോളിൽ നമ്മൾ L+H/2 എന്ന് പറയുമ്പോഴാണ് ഈ 3 വന്നത്. ദെൻ ഫസ്റ്റ് ഹാഫിന് കോൾ ചെയ്യുമ്പം 0 and 3. ഓക്കെ, 0 and 3 ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. 0 and 3 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പിന്നെയും അടുത്ത കോളിലേക്ക് വന്നു. 0ഉം 3യും വെച്ചിട്ട് അടുത്ത കോളിലേക്ക് വന്നു. ഇവിടെ 0യും ഇവിടെ 3യും ആയി, 0യും 3യും ആയിട്ട് വന്നു. അപ്പം പിന്നെ അതിൻ്റെ മിഡ് കണ്ടുപിടിച്ചു. 0 + 3/2. 0 + 3/2ൻ്റെ 0യും എം 1 ആയി. ഓക്കെ, 1 ആയി. അതിൻ്റെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇവിടെ 0യും 1ഉം വന്നില്ലേ, 0യും 1ഉം. അപ്പോൾ ആ മെർജ് സോർട്ട് അറേ 0 and 1 ആയി അടുത്ത കോളിൽ. 0 അടുത്ത കോളിലായപ്പോഴത്തേക്ക് ഇവിടെ തന്നെ 0 and 1 ആയി. ഓക്കെ, അപ്പോൾ 0യും 1ഉം പോകുമ്പോഴത്തേക്കും ഇവിടെ ഈ കോളിൽ വന്നപ്പോഴത്തേക്കും 0 and 1 ആയി. ഓക്കെ, 0 and 1. സോ മിഡ് പിന്നെയും കണ്ടുപിടിക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇസ് 0. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ 0 ആയി. എമ്മിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ മെർജ് സോർട്ട് വന്നപ്പോഴത്തേക്കും 0 and 1 ആയി. ദെൻ 0 is of course less than h. So 0 + 1/2. അപ്പം 0 ആയി, എമ്മിൻ്റെ വാല്യൂ 0 ആയി. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ 0 ആയി, ഈ പൊസിഷനിൽ എമ്മിൻ്റെ വാല്യൂ 0 ആയി. സോ അഗെയിൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത്? 0 0. ARR 0 0 എന്നായിരിക്കും കോൾ ചെയ്യുന്നത്. ഓക്കെ, ARR 0 0യിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ 0 1ന് പകരം അതിൻ്റെ വാല്യൂ 0 0 എന്നായിരിക്കും. ഓക്കെ, 0 0 എന്ന് വരുമ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഇഫ് ബ്രേക്ക് ആവും. ഓക്കെ, ഇഫ് ബ്രേക്ക് ആവുമ്പോൾ ഇതിൽ നിന്ന് പുറത്തു പോയി.
എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ലെവലിലേക്ക് പോവുകയാണ്. തൊട്ട് മുന്നത്തെ ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു ഡിവിഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അവിടെ റീച്ച്. ഓക്കെ, തൊട്ട് മുന്നത്തെ ലെവലിൽ ഇനി അടുത്ത ഡിവൈഡ് ചെയ്യാനുള്ള ആൾ ഡിവൈഡ് ചെയ്യും. അതായത് 2-നെയും 3-നെയും അവിടെ ഡിവൈഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത ലെവലിലേക്ക് പോയി അതിനെ ഡിവിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിക്കർസീവ് കോളിൻ്റെ നേച്ചർ ഞാൻ പിന്നെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാം, നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് റിക്കർസീവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ലൈക്ക് വൈസ് ഇവിടെ 4ഉം 5ഉം ഓപ്പോസിറ്റ് സൈഡിൽ വന്നപ്പോഴത്തേക്കും 4ഉം 5ഉം 4 + 7/2 4 + 7/2 എമ്മിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 4 + 7/2 11/2 ഇസ് 5. ഓക്കെ, ഇസ് 5. സോ ഇവിടെ നമുക്ക് 4 and 5. ഓക്കെ, 4 and 5, പിന്നെ 6 and 7. ഓക്കെ, 6 and 7. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. m = 4 + 5/2, that is 4. അപ്പോൾ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ് ആയി 4 and 5. ഓക്കെ, ഇനി ഈ പാർട്ടിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആ ഒരു ഇഫ് L less than H എന്നുള്ള കണ്ടീഷൻ ചെയ്തു, ബ്രേക്കായി. സോ ഇറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇപ്പോൾ 6ഉം 7നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ m = 13/2, that is 6. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 6ഉം അതുപോലെ 5ഉം, അപ്പോൾ 6 and 7. ആയി. സോ ദീസ് ആർ ദ എലമെൻറ്റ്സ്. ഇനി അതിൻ്റെ ഡിവിഷൻ കഴിയുമ്പോഴത്തേക്ക് ഇനി മേർജിലേക്ക് വിളിക്കും. സോ 0 and 1 merged, 2 and 3 are merged. ഓക്കെ, ആ ഇൻഡെക്സിൻ്റെ കേസാണ് ഇത്. എലമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ആ മേർജിങ്ങിൻ്റെ കേസ് ഞാൻ ഡിസ്കസ് ചെയ്ത്. അപ്പം പിന്നെ മേർജ് ചെയ്ത് ഫൈനലി നമ്മുടെ ഹോൾ ലിസ്റ്റിനെ മേർജ് ചെയ്ത് പോകുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പോൾ 0 and 1ൻ്റെ എലമെൻറ്റ്സിനെ മേർജ് ചെയ്യും, അതിനെ തൊട്ട് അടുത്ത ലെവലിലുള്ള എലമെൻറ്റ്സിനെ മേർജ് ചെയ്യും. സോ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. എൻ്റെ ആ ഒരു അൺവൈൻഡിങ്ങിൻ്റെ നേച്ചർ വരുമ്പോഴത്തേക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ അൽഗോരിതം merge sort array A and low and high bound. Okay, so if low less than high, mid is equal to low plus high/2. Merge sort A low and mid. Merge sort A mid plus 1 high. Merge A low mid high. So ഇവിടെ മെർജ് സോർട്ട് നമ്മൾ റിക്കർസീവായിട്ട് ഇവിടെ 2 കോളാണ് വരുന്നത് മെർജ് സോർട്ടിൻ്റെ. വൺ ഇസ് അറേ ലോവർ ആൻഡ് മിഡ്. ഓക്കെ, ഇവിടെ മിഡ് ആണ്. രണ്ടാമത്തെ കോളിൽ മിഡ് പ്ലസ് 1 ആണ്. മിഡ് പ്ലസ് 1 to ഹൈ ആണ്. 2 ഹാഫിനെയാണ് നമ്മൾ മെർജ് സോർട്ടിനെ പിന്നെ റിക്കർസീവായിട്ട് അപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. ഡിവൈഡ് ചെയ്ത് പോകും. ഓരോ പ്രാവശ്യവും ഡിവൈഡ് ചെയ്ത് പോകും അൺടിൽ ഇറ്റ് റീച്ചസ് എ സിംഗിൾ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ സിംഗിൾ എലമെൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെർജ് ചെയ്യും. മെർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറേ ലോ മിഡ് ആൻഡ് ഹൈ. സോ അതിൻ്റെ മെർജ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 2 എലമെൻറ്റ്സ് മാത്രം. ഇപ്പം നേരത്തെ കേസിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ വരികയാണെങ്കിൽ മിഡ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ A 0 and 1 അല്ലേ? 0 0 1. അപ്പോൾ 0 ലോ, മിഡ് എന്ന് പറഞ്ഞാൽ 0, ഹൈ എന്ന് പറഞ്ഞാൽ 1. അതായിരിക്കും മെർജിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, സോ മെർജ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വിൽ സി. മെർജ് സോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, റിക്കർസീവായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. വൺസ് ഇത് ഇൻഡിവിജ്വൽ എലമെൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ മെർജ് ചെയ്യാം. അതിനി മെർജിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതിന് നിങ്ങൾ മെർജിങ്ങിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കുക. ദിസ് ഈസ് ദ മെർജിങ് കൺസെപ്റ്റ്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2 അറേ ഉണ്ടെന്ന് വിചാരിക്കുക. 1 is A and 1 is B. 2 അറേ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ എയിലുള്ള എലമെൻറ്റ്സ് നോക്കുക. 2, 8, 15 and 18. ഇറ്റ് ഇസ് സോർട്ടഡ്. നമ്മൾ മെർജിലേക്ക് കൊടുക്കുന്നത് 2 സോർട്ടഡ് അറേയാണ്, അത് മറക്കരുത്. മെർജിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് 2 സോർട്ടഡ് അറേയാണ്, അതിനെ മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മെർജ് സോർട്ടിൽ കൊടുത്തിട്ട് നമ്മൾ എല്ലാത്തിനെയും റിക്കർസീവായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് ഒരു എലമെൻറ്റ് മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിന്നെ മെർജ് അപ്ലൈ ചെയ്ത് മെർജ് ചെയ്യും. അപ്പം ഓരോ
പിന്നെ മേർജ് സോർട്ട് കഴിഞ്ഞിട്ടും നമ്മൾ മേർജ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം 2 എലമെൻറ്റ്സ് മാത്രമാക്കി അതിനെ മെർജ് ചെയ്യും. തൊട്ട് മുന്നേ ഉള്ള ലെവലിൽ 2 എലമെൻറ്റ് വീതമുള്ള 2 അറയെ മെർജ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എലമെൻറ്റ് വീതമുള്ള 2 അറയെ മെർജ് ചെയ്യും. അങ്ങനെ മെർജ് ചെയ്ത് പോകും. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ ഈ മെർജിലേക്ക് കൊടുക്കുന്നതും 2 സോർട്ടഡ് അറയാണ്. ഓക്കെ, 2 സോർട്ടഡ് അറയാണ്. അതിനെ മെർജ് ചെയ്യാനാണ് കൊടുക്കുന്നത്. സി, ഇവിടെ 2, 8, 15 ആൻഡ് 18 ഇത് ഇത്രയും സോർട്ടഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എയിലുള്ളത്. ബിയിലുള്ളത് 5, 9, 12 ആൻഡ് 17. അപ്പോൾ അതും സോർട്ടഡ് ആണ്. 5, 9, 12 ആൻഡ് 17 അതും സോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്യണം. സോ ദ അൽഗോരിതം വർക്ക്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദീസ് 2 arrays A and B are merged into a new array called C. ഓക്കെ, എ ന്യൂ അറേ കോൾഡ് C. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ 3 ലൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. 1 loop varies with an variable I, second one varies with a variable J, third one varies with a variable K. ഓക്കെ, സോ ഫസ്റ്റ് വൺ എ എന്ന് പറയുന്ന അറേ ഐൻ്റെ വാല്യൂ 0 തൊട്ട് അതിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ ഹയർ വാല്യൂ വരെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയുണ്ട്? 0, 1, 2, 3 അല്ലേ? 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു എലമെൻറ്റ്സ് തീർന്നു. ഇനി ബി എന്ന് പറയുന്ന അറേ 0 തൊട്ട് ജെ ആണ് വേരി ചെയ്യുന്നത്. ജെ 0, 1, 2, 3 അഗെയിൻ അതും 3 വരെ വേരി ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് പുറത്തായി. ഓക്കെ, സോ അതാണ് നമ്മൾ വേരി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ഐയുടെ വാല്യൂ ഇതിലേതെങ്കിലും ഒന്ന് തീരുന്നത് വരെ മുന്നോട്ട് പോവുക. ഏതാ ലൂപ്പ്? ഇത് രണ്ടും, ഈ 2 ലൂപ്പും നമ്മൾ വേരി ചെയ്യുക. ഐ ആൻഡ് ജെ വരുന്ന ഈ 2 ലൂപ്പും നമ്മൾ വേരി ചെയ്യുക. ഓക്കെ, ഐ 0 തൊട്ട് 18 വരെയും 0 തൊട്ട് 0, 1, 2, 3 വരെയും ജെ 0 to 3 വരെയും വേരി ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തീർന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് 3 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം നമുക്ക്. ഓക്കെ, ലൂപ്പിംഗ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തീരുന്നാൽ അപ്പോഴേ ലൂപ്പ് നിർത്താം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഐയുടെ വാല്യൂ 2ലാണുള്ളത്. ഞാൻ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റിൻ്റെ വാല്യൂ പറഞ്ഞു 2. ഐയുടെ വാല്യൂ 0 ആണ്, അത് പോയിൻ്റ് ചെയ്യുന്നത് 2ലേക്കാണ്. ജെയുടെ വാല്യൂ 0 ആണ്, അത് പോയിൻ്റ് ചെയ്യുന്നത് 5ലേക്കാണ്. സോ ഇത് രണ്ടും ഇൻഡെക്സ് ക്രോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, വിച്ച് വൺ ഈസ് ലെസ്സർ, 2 or 5? 2 ആണോ 5 ആണോ ലെസ്സർ? സോ ഐ ആം സെയിങ് ദാറ്റ് 2 ഈസ് ലെസ്സർ. ഓക്കെ, 2 ഈസ് ലെസ്സർ. സോ 2 ഈസ് ലെസ്സർ. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ 2നെ ഞാൻ മാർക്ക് ചെയ്തു. ആ 2നെ ഞാൻ എൻ്റെ പുതിയ എന്താണ് ചെറുതിനെയാണല്ലോ ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടത് പുതിയ അറയിലേക്ക്. അപ്പം സി എന്ന് പറയുന്ന എൻ്റെ ന്യൂ അറയിലേക്ക് ഞാൻ 2നെ ഇൻസേർട്ട് ചെയ്തു. സോ ഐ എങ്ങോട്ടേക്ക് മാറി? ഐ നൗ ഷിഫ്റ്റഡ് ടു ദ നെക്സ്റ്റ് എലമെൻറ്റ്. ഐ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. ഓക്കെ, ഐ ഇപ്പോൾ 8ലാണ് പോയിൻ്റ് ചെയ്യുന്നത്. ജെക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ജെക്ക് മാറ്റമില്ല. ജെ ഈസ് പോയിൻറ്റിങ് ടു 5 ഓൺലി. ആ 5ൽ തന്നെ പോയിൻ്റ് ചെയ്ത് നിൽക്കുകയാണ്. നൗ കമ്പയർ ദ ഐ പോയിൻ്റ് ചെയ്യുന്ന എലമെൻറ്റും ജെ പോയിൻ്റ് ചെയ്യുന്ന എലമെൻറ്റും. ദാറ്റ് ഈസ് 8 ഈസ് കമ്പയർഡ് വിത്ത് 5. ഓക്കെ, 8 ഈസ് കമ്പയർഡ് വിത്ത് 5. നൗ ഐ ഫൗണ്ട് ദാറ്റ് 5 ഈസ് ലെസ്സർ. 5 ആണ് ലെസ്സർ. സോ ഐ കോപ്പീഡ് ദാറ്റ് വൺ ടു മൈ അറേ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം വിട്ടു. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നേരത്തെ 2നെ ഞാൻ കോപ്പി ചെയ്തല്ലോ. കോപ്പി ചെയ്തപ്പോൾ തന്നെ ഞാൻ കെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, കെ 0ലായിരുന്നു, കെ 1ലേക്ക് പോയിൻ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, അപ്പോൾ അവിടെ എം ടി ആണ്. ഓക്കെ, ആലോചിക്കുക, അവിടെ എം ടി ആണ് എന്നുള്ളത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇതിനെ 1 സെക്കൻഡ് നമുക്ക് ഒരു പുതിയൊരു അറേ തുടങ്ങുന്നത് പോലെ നമുക്ക് എഴുതാം. ഓക്കെ,
സോ സി എന്ന് പറയുന്ന ഒരു അറയാണ് ഞാനിവിടെ പുതുതായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, ഇതില്ല എന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, നൗ ഞാൻ എൻ്റെ കെ എന്ന് പറയുന്നത് ഇപ്പോൾ കെ 0-ൽ നിൽക്കുകയാണ്. കെ 0-ൽ നിൽക്കുകയാണ്. ഓക്കെ, കെ 0-ൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ 2, 5 തമ്മിൽ കമ്പയർ ചെയ്തു. ഞാൻ 2നെ ഞാൻ ഇതിലേക്ക് റൈറ്റ് ചെയ്തു. എന്നിട്ട് കെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ കെ ഇപ്പോൾ എവിടെയായി? കെ 1-ലായി. ഓക്കെ, കെ 1-ലായി. ഓക്കെ, നൗ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ 8-ലാണ് ഇപ്പോൾ ഐ നിൽക്കുന്നത്. 8നെ പോയിന്റ് ചെയ്താണ് ഐ നിൽക്കുന്നത്. 5നെ പോയിന്റ് ചെയ്താണ് ജെ നിൽക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 5 and 8 കമ്പയർ ചെയ്യുന്നു. 5 ഈസ് ലെസ്സർ. സോ ഞാൻ എന്ത് ചെയ്തു? 5നെ ഞാൻ സിയിലേക്ക് എഴുതി. എന്നിട്ട് കെ ഞാൻ ഇൻക്രിമെൻ്റ് അഗെയിൻ ഞാൻ ഇൻക്രിമെൻറ്റഡ് കെ. ഓക്കെ, കെ ഞാൻ 2 ആയി. Similarly, I incremented j also. J is now pointing to 9. Okay, j ഞാൻ ഇവിടെ പോയിന്റ് ചെയ്യുന്നു. സോ ഐ ഇപ്പോൾ 8-ലാണ് പോയിന്റ് ചെയ്യുന്നത്. ജെ ഇപ്പം 9-ലാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ 8ഉം 9ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. വിച്ച് വൺ ഈസ് ലെസ്സർ? ഐ ഫൗണ്ട് 8 ഈസ് ലെസ്സർ. സോ 8നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ പുതിയ അറയിലേക്ക് എഴുതി. എന്നിട്ട് കെ ഞാൻ അഗെയിൻ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്തു. കെ ഞാൻ അടുത്ത പൊസിഷനിലേക്ക് മാറ്റി. ഓക്കെ, നൗ ഞാൻ ഏത് ഇൻക്രിമെൻ്റ് ചെയ്യണം? ഐയും ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഐനെയും ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഓക്കെ, സോ ഐ ഈസ് നൗ പോയിൻറ്റിങ് ടു 15 ആൻഡ് ജെ ഈസ് നൗ പോയിൻറ്റിങ് ടു 9. Okay, so 15 is compared with 9. So I found 9 is lesser. So I copied that one to my new array and I incremented k. K ഞാൻ 4 ആക്കി. Okay, k ഞാൻ 4 ആക്കി. Now j also need to be incremented. So ഞാൻ j ഞാൻ increment ചെയ്തു. ഞാൻ j ഇവിടെ ഞാൻ ഇവിടെയാക്കി. ഓക്കെ, 12ലേക്ക് മാറ്റി. ഓക്കെ, സോ 12 and 15 is compared. 12 and 15 is compared. So 12 is found lesser. 12 is found lesser. So ഞാൻ 12നെ ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് കെ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്തു. സോ കെ 5 ആയി. K 5 ആയി. സോ ദാറ്റ്സ് ഇറ്റ്. സോ 12ഉം 15ഉം തമ്മിലാണ് കമ്പയർ ചെയ്ത്. 12നെ ഞാൻ സ്മോളർ ആക്കി, അതുകൊണ്ട് സ്മോളറായിട്ട് കിട്ടി. അതുകൊണ്ട് 12നെ ഞാൻ കോപ്പി ചെയ്തു. കെ ഇൻക്രിമെൻ്റ് ചെയ്ത് ഞാൻ കെ 5-ലായി. ഞാൻ ജെയും എനിക്ക് ഇൻക്രിമെൻ്റ് ചെയ്യണം. സോ ജെ ഞാൻ എന്ത് ചെയ്തു? ജെ ഇൻക്രിമെൻ്റ് ചെയ്തു. ജെ ഈസ് നൗ പോയിൻറ്റിങ് ടു 17 ആൻഡ് ഐ ഈസ് പോയിൻറ്റിങ് ടു 15. So 15 is compared with 17. So I when comparing, I found 15 is lesser. So I copied 15 to C. I copied 15 to C and incremented k 6 ആയി. ഓക്കെ, നൗ എന്താണ്? ഇപ്പം ഞാൻ 17-ലാണ് പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ 15-ലാണ് പോയിന്റ് ചെയ്തിരുന്നത്. അപ്പം 15 ഞാൻ കോപ്പി ചെയ്തപ്പോൾ ഐനെ ഞാൻ പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്ത് ഞാൻ ഏതിലേക്ക് മാറ്റണം? ഞാൻ 18-ലേക്ക് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ 18 and 17 ആണിപ്പോൾ. 17നെ ഞാൻ കമ്പയർ ചെയ്യുന്നു. സോ 17 is copied and incremented k. ഓക്കെ, സോ ജെ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യണം. ജെ പുറത്തേക്ക് പോയി. ജെ ഇൻഡെക്സിന് വെളിയിലായി. സോ അടുത്ത ചെക്കിങ് വരുമ്പോഴത്തേക്കും എന്താവും? അടുത്ത ചെക്കിങ്ങിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ഇൻഡെക്സ് ഔട്ടായി. വൈൽ ലൂപ്പിലാണ് നമ്മളിത് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു ഇൻഡെക്സ് ബിയുടെ ഇൻഡെക്സ് അങ്ങ് പുറത്തായി എന്നും പറഞ്ഞിട്ട് ഈ പ്രോസസ്സ് അങ്ങ് നിർത്തി പുറത്ത് വരും. ഓക്കെ, പക്ഷേ നമ്മുടെ എലമെൻറ്റ്സ് തീർന്നോ? ഇല്ല, നമ്മുടെ എലമെൻറ്റ് എയിൽ ഇനിയും കിടപ്പുണ്ട്. എയിൽ ഒരു എലമെൻറ്റും കൂടി കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്തായതുകൊണ്ട് ഇപ്പം എൻ്റെ എക്സാമ്പിളിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ചിലപ്പം കുറേ എലമെൻറ്റ്സ് ഉണ്ടാവാം എയിൽ, അല്ലെങ്കിൽ ബിയിലായിരിക്കാം ചിലപ്പോൾ കുറേ എലമെൻറ്റ്സ് ബാക്കി കിടക്കുന്നത്. സോ ഒരറേ തീർന്നെന്ന് വെച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ ബാക്കിയില്ല എന്നതിന് അർത്ഥമില്ല.
സോ മറ്റേ ഇൻഡെക്സിൽ നിന്ന് മറ്റേ അറയിൽ നിന്ന് തീർന്ന ഇതിൽ നിന്നല്ലാത്ത മറ്റേ അറയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ബാക്കിയുള്ള എലമെൻസിനെ മുഴുവൻ എടുത്ത് നമ്മുടെ പുതിയ അറയിലേക്ക് മാറ്റുക. അപ്പോൾ ഇനി ഏതാ ഉള്ളത്, നമുക്ക് ആകെ 18 മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്തു. ഓക്കെ, സോ എൻ്റെ എല്ലാ എലമെൻറ്റും ഇപ്പോൾ പുതിയ അറയിലേക്ക് വന്നു. നോക്കി അത് സോർട്ടഡ് അല്ലേ എന്ന്. 2, 5, 8, 9, 12, 15, 17 ആൻഡ് 18. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് നമ്മൾ കോപ്പീഡായി, അത് സോർട്ടഡ് ആണ്. സോ ദിസ് ഈസ് ഹൗ മെർജ് വർക്ക്സ്. ഇതിനാണ് നമ്മൾ അൽഗോരിതം വേണ്ടത്. ദിസ് ഈസ് ദ അൽഗോരിതം. ഓക്കെ, സോ ഇത് നോക്കുക. I low, J mid +1, K low. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് 2 അറേ, നമ്മൾ വലിയൊരു അറയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ 8 എലമെൻസിൻ്റെ അറയാണ് എങ്കിൽ എന്ത് ചെയ്യണം, 8 എലമെൻറ്റ്സ് ആണെങ്കിൽ ലോ എന്ന് പറയുന്നത് 0യും ഹൈ എന്ന് പറയുന്നത് 7ഉമാണ്. അപ്പോൾ ലോ 0 ആൻഡ് ഹൈ എന്ന് പറയുന്നത് 7ഉമാണ്. അപ്പോൾ മിഡ് എന്ന് പറയുന്നത് എന്താണ്, 0 + 7/2, 0 + 7/2 ദാറ്റ് ഇസ് 3 അല്ലേ. അപ്പം ജെ എന്ന് പറയുന്നത് എന്തായി, 3 + 1 4 ആയി. ഓക്കെ, 3 + 1 4 ആണ്. എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ലെസ് ദാൻ മിഡാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് 3 വരെ പോകത്തുള്ളൂ. ഓക്കെ, ലെസ് ദാൻ മിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3 വരെ പോകത്തുള്ളൂ. ഓക്കെ, ഐ ലെസ് ദാൻ മിഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ്, അതാണ് ഐ ലെസ് ദാൻ മിഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ്, ആദ്യത്തെ അറേ. 2 അറയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഹാഫ്. ഓക്കെ, രണ്ടാമത്തെ ഹാഫ് എന്ന് പറയുന്നത് ഹൈനെ കാട്ടിയും ചെറുതോ, അതായത് 7 വരെ എന്നുള്ളതാണ്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജെ, എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജെ, ബി കെ ഈസ് ഈക്വൽ ടു എ ഐ. AI less than or equal to AJ, BK is equal to AI, and I is equal to I plus 1. എന്താ ചെയ്തിരിക്കുന്നത്, AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ പിന്നെ നമുക്ക് ഇത് നമ്മൾ വെർച്വലി രണ്ട് പിന്നെ അറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരറയാണല്ലോ ആക്ച്വലി, നമുക്ക് ആകെ ഒരു അറയല്ലേ ഉള്ളൂ. ആ അറയാണല്ലോ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എ എന്ന് പറയുന്ന ഒരൊറ്റ അറയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, നമുക്കിനി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ എ ബി സി എന്ന് പറഞ്ഞെങ്കിലും അത് ആ എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നമ്മളുടെ ശരിക്കുമുള്ള അറേ എ എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഫസ്റ്റ് അറേ എന്ന് പറയുന്നത് എ 0 തൊട്ട് മിഡ് വരെ. ഓക്കെ, രണ്ടാമത്തെ ഈ അറേ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് തന്നെ മിഡ് +1 തൊട്ട് ലാസ്റ്റിലത്തെ എലമെൻറ്റ് വരെ എന്ന് പറഞ്ഞാൽ H വരെ അല്ലേ. ലോ തൊട്ട് മിഡ് വരെയും മിഡ് +1 തൊട്ട് H വരെയും. ഓക്കെ, ഇതാണ് 2 അറേ എന്ന് പറയുന്നത്. എ തന്നെയാണ്, ഒരേ അറേ തന്നെയാണ് നമുക്ക് വരുന്നത്, പക്ഷെ അതിൻ്റെ ഇൻഡെക്സസ് മാത്രം നമ്മൾ വേരി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിലെ എ എന്ന് പറയുന്നത് ഇവിടെ എ തന്നെയാണ് L to M. ഈ കേസിലെ ബി എന്ന് പറയുന്നത് എ തന്നെയാണ് M+1 to H എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ്റെ പുതിയ അറേ സി എന്ന് പറയുന്നത് അത് നമ്മളിവിടെ ബി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, പുതിയ അറേ എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് എടുക്കുകയാണ്. ഈ അൽഗോരിതത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സോ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ അതിന് കെ എന്ന് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടല്ലോ, നമ്മുടെ കെ എന്ന് പറയുന്നത് 0 ആക്കി വെച്ചിട്ടുണ്ട്, കെ 0 ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു എ ഐ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വൈൽ ഐ ലെസ് ദാൻ മിഡ് ആൻഡ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ. ഓക്കെ, അതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് തീരുന്നത് വരെ എന്ന് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരെണ്ണം തീരുന്നത് വരെ. അപ്പം ജെ കൂടി പോവും, ഐയും കൂടി പോവും അല്ലേ. അതുകൊണ്ട് ഇവിടെ ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ജെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഇതിന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐ ലെസ് ദാൻ മിഡാണ് പറയുന്നത്, അല്ലെങ്കിൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ ആണ്. അപ്പോൾ ഐ മിഡിനെ കാട്ടിയും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും മിഡിലെത്തിയാലും, അതുപോലെ ജെ ഹൈനെ കാട്ടിയും പുറത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ ലൂപ്പ് തീരും. അങ്ങനെ ഏതോ അറേ തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
ഓക്കെ, ഏതോ ഒരു അറേ തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഈ 2 എലമെൻസിനെയാണ് ചെക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 2 അറേയിൽ ചെക്ക് ചെയ്തതുപോലെ AIയും AJയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, AIയും AJയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ നമ്മൾ എടുത്ത് പറഞ്ഞ എയും ബിയും അറേയും തമ്മിൽ കമ്പയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇപ്പോൾ AIയും AJയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിൽ ലെസ് ഏതാണോ അത് ലെസ് ആണ് എങ്കിൽ എൻ്റെ പുതിയ അറേ ബിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, പുതിയ അറേ ബിയിലേക്ക് മാറ്റുന്നു. അതാണ് BKയിലേക്ക് മാറ്റുന്നു. BKയിലേക്ക് AI സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി അതർവൈസ് എന്താണ് ചെയ്യുന്നത്? BK എന്ന് പറയുന്നത് BK is equal to AJ. BK is equal to AJ. J is equal to J plus 1. Jനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. BK is equal to AJ and J is equal to J plus 1. സോ അതാണ് പിന്നെ അപ്പം അതായത് ഏതാണ് AI AJയെക്കാട്ടിയും ലെസ് ആയെങ്കിലാണ് ആദ്യത്തെ പാർട്ട്, അല്ല തിരിച്ചാണ് എങ്കിൽ രണ്ടാമത്തെ പാർട്ട് ചെയ്യും. ഓക്കെ, എന്താ ഈ സംഭവമാണ് നമ്മൾ പറഞ്ഞത്. 2 എലമെൻസിനെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഈ 2നെയും ആദ്യം കമ്പയർ ചെയ്യുന്നു, 5നെയും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ 2ലും 5ലും ഏതാണോ ചെറുത് അത് ഇതിലേക്ക് എഴുതി. ഓക്കെ, അതല്ല എങ്കിൽ 2 ആണ് ചെറുതെങ്കിലാണ് എഴുതുക, അതല്ല എങ്കിൽ 5നെ എഴുതണ്ടേ. ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു AJ ആണെങ്കിൽ BKയിലേക്ക് AI എഴുതി, I ഇൻക്രിമെൻ്റ് ചെയ്തു. അതർവൈസ് ഞാൻ BKയിലേക്ക് AJ എഴുതി. ഓക്കെ, BKയിലേക്ക് AJ എഴുതി. ഓക്കെ, നേരത്തെ എഴുതിയത് AI ആണ്, ഇവിടെ ഞാൻ എഴുതുന്നത് AJ ആണ്. ഓക്കെ, അതാണ് ഇവിടെ വ്യത്യാസം. എന്നിട്ട് J ഇൻക്രിമെൻ്റ് ചെയ്തു. ഈ 2 കേസിലാണെങ്കിലും K ഇൻക്രിമെൻ്റ് അവിടെ ആവണം. കാര്യം ഞാൻ കോപ്പി ചെയ്യുന്നത് ആ 3rd അറേയിലേക്കാണ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അറേയിലേക്കാണ്. ഓക്കെ, നേരത്തെ കേസിൽ നമ്മൾ C വെച്ച് പറഞ്ഞത്, ഇവിടെ നമ്മൾ B ആണ് നമ്മൾ പറയുന്നത്. സോ Bയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, സോ അപ്പം ഈ ഒരു പാർട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ 2 അറേയുടെ ഉള്ള എല്ലാം അതിൻ്റെ അകത്ത് ചെറിയ എലമെൻറ്റ്സ് കമ്പയർ ചെയ്ത് എല്ലാം റൈറ്റ് ചെയ്ത് ഒരു അറേയിലേക്ക് റൈറ്റ് ചെയ്ത് മാറ്റി ഏതെങ്കിലും ഒരു അറേ തീർന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു സെക്ഷൻ തീർന്നിട്ടുണ്ടാവും. ഓക്കെ, ഉറപ്പായിട്ടും ഒരു സെക്ഷൻ തീർന്നിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചെയ്യുന്ന എന്തെങ്കിലും ബാക്കിയുണ്ടോ? നേരത്തെ നമുക്ക് ഒരു 18 ബാക്കി വന്നില്ലേ, ഈ 18 ബാക്കി വന്നിട്ട് നമ്മൾ എഴുതിയില്ലേ. അപ്പം അങ്ങനെ ഒരു കേസ് വരുന്നു എന്ന് ചെക്ക് ചെയ്യാനാണ് ഇവിടെ നമ്മൾ ഇഫ് I ഗ്രേറ്റർ ദാൻ മിഡ്, ഓക്കെ, I ഈസ് ഗ്രേറ്റർ ദാൻ മിഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ. അതർവൈസ് പിന്നെ I ഗ്രേറ്റർ ദാൻ മിഡ് ആണെങ്കിൽ M is equal to J to high. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ I ഗ്രേറ്റർ ദാൻ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആദ്യത്തെ അറേ തീർന്നു എന്നാണ് I ഗ്രേറ്റർ ദാൻ മിഡ് എന്നെങ്കിൽ അർത്ഥം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അറേയിലുള്ളത് മുഴുവൻ നമ്മൾ ഇതിലേക്ക് റൈറ്റ് ചെയ്യണം അല്ലേ. ആദ്യത്തെ അറയാണ് തീർന്നതെങ്കിൽ രണ്ടാമത്തതിൽ ബാക്കിയുള്ളത് നമ്മൾ റൈറ്റ് ചെയ്യല്ലേ വേണ്ടത്, അതാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർ M is equal to J to high, J തൊട്ട് ഹൈ. J ആണ് നമ്മുടെ രണ്ടാമത്തെ അറയുടെ ഇൻഡെക്സ്. J ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ഹയസ്റ്റ് വാല്യൂ വരെ നമ്മൾ ബിയിലേക്ക് കോപ്പി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ, BK is equal to AM, Kനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോവുക. അതാണ് ഈ പാർട്ട് എന്ന് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ ഓപ്പോസിറ്റ് മറ്റേ പിന്നെ എന്താ പറയുക, ഐയുടെ വാല്യൂ വേരി ചെയ്യുക, I to mid. ഓക്കെ, ആ ഫസ്റ്റ് അറേയിലുള്ള ബാക്കിയുള്ള എലമെൻസിനെ എടുത്ത് കോപ്പി ചെയ്യുക, മാറ്റുക. അതാണ് ഇവിടെ ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ. ഇത് മാത്രമാണ് അതിൻ്റെ അകത്ത് മെർജിൻ്റെ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ merge algorithm. So next we will discuss about the quicksort in the next class. Okay, thank you.